ഹലോ, ഞാൻ എവിടെയാ പൈസ വാങ്ങിച്ചത്? എനിക്ക് എന്ത് തെളിവാണ്? എനിക്ക് ജോലി ഉണ്ടോ? എനിക്ക് ജോലി ഉണ്ടാ? എനിക്ക് ജോലി ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ജോലിയുള്ള? നിങ്ങൾക്ക് എന്ത് ജോലിയുള്ള? നിന്നെ എറണാകുളത്ത് എവിടെയെങ്കിലും വെച്ച് എന്റെ മുമ്പ് കിട്ടിയാൽ നിന്റെ മുഖം ഇടിച്ച് ഞാൻ പരിപ്പാക്കും. നിങ്ങളെന്താ ഗുണ്ടയാണോ? ഗുണ്ടയാണോ? നിങ്ങൾ ആ ഒരു നിന്ന ടോക്കിൽ എന്റെ പേര് പറഞ്ഞു, എന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ മന്ദബുദ്ധിയാണ്. നിങ്ങൾ ഗുണ്ടയാണോ? കാന്തിവിള ദിനേശനുമായി സംസാരിച്ച ഫോൺ സംഭാഷണമാണ് ഇപ്പൊ നിങ്ങൾ കൊടുത്തിട്ട് കേട്ടത്. അപ്പൊ ഈ ഒരു സംഭാഷണത്തിലോട്ട് എത്താൻ കാന്തിവിള ദിനേശൻ അത്രയും മോശമായ രീതിയിൽ താങ്കളോട് പെരുമാറാനുള്ള കാരണം എന്തായിരുന്നു? ഇയാൾ പണ്ടും വാ പൊളിത്താന്ന് പറഞ്ഞ എനിക്കതൊരു വീഡിയോ ഇട്ടാണ്. അന്ന് വിത്തിൻ സെക്കൻഡ്സ് പറഞ്ഞ് അറ്റാക്ക് ചെയ്തപ്പോൾ ഇയാൾ പറയുന്നത് എന്നെ വിളിക്കുന്ന പൊട്ടൻ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന, ഫേസ് പൊട്ടൻ, മന്ദബുദ്ധി, ഇങ്ങനത്തെ വേഴ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു PhD ചെയ്യുന്ന എഞ്ചിനീയറായി ഞാൻ എങ്ങനെ പൊട്ടനാവും അല്ലെങ്കിൽ മന്ദബുദ്ധിയാവും? പിന്നെ ഇയാൾ പറഞ്ഞ പൈസ വാങ്ങിച്ചൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് പറയുന്നത്. ഞാൻ അങ്ങനെ പൈസ വാങ്ങിച്ചെങ്കിൽ ഇപ്പോൾ കോടീശ്വരനായിരുന്നു. നല്ല പടങ്ങൾ മോശം പറയും, മോശ പടങ്ങളിൽ കാശ് കൊടുത്ത് റിവ്യൂ കൊടുക്കുന്നത്. ഏത് പടത്തിൽ ഞാൻ ആ വിത്തിൻ സെക്കൻഡ്സിലെ എന്ത് കാശ് വാങ്ങിച്ചത്? ഇയാൾ എവിടുത്തെ ഡയറക്ടറാണ്? ആകെ ഒരു സിനിമ എന്തോ പിടിച്ചിട്ടുണ്ട്, ബംഗ്ലാവുദ് ലൗദ പറഞ്ഞു. അതാരും കണ്ടിട്ടൊന്നും അറിയില്ല. ഇയാൾക്ക് സിനിമയെ കുറിച്ച് എന്താ അറിയുന്നത്? ഇയാൾ എന്തൊക്കെ വൃത്തിയുടെ വേർഡ്സ് ഉപയോഗിക്കുന്നത്? എന്ത് കളിച്ച്? ഇയാൾക്ക് വിദ്യാഭ്യാസം എനിക്ക് അറിയാം. അത് പണ്ട് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു VSH പോലെ വിദ്യാഭ്യാസം ഇല്ല. റിവ്യൂ ബോംബിന്റെ അടിപ്പ് എന്താ പറയുന്നത്? ഈ വർഷം എത്ര പടങ്ങൾ ഓടിയിരിക്കുന്നത്? അവിടെയൊന്നും എത്ര പടങ്ങൾ 100 കോടി കപ്പ നേടിയതാ? എന്നിട്ട് അന്നൊന്നും റിവ്യൂ ബോംബിങ് പറയാം. ഇപ്പൊ വീട്ടിൽ റിവ്യൂ ബോംബിങ്, ഒരു മാരിവൻ ഗോപുരൊക്കെ മാത്രമേ റിവ്യൂ ബോംബിങ് ആവുന്നത്. ഇവർക്ക് എന്ത് തോന്നുവാശം കാണിക്കുക, എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. വെറും ഇയാളെ എന്തൊക്കെ മന്ദബുദ്ധി, അല്ല ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അതല്ല എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാവുന്നേ ഉള്ളൂ. മന്ദബുദ്ധി, പൊട്ടൻ, ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്ന. ഇത് ബോഡി ഷേമിംഗ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ അതുപോലെ ഞാൻ പൈസ വാങ്ങിച്ചു പോകും. അങ്ങനെ പൈസ വാങ്ങിച്ച് ഞാൻ എന്ത് കോടീശ്വരനാ തന്നെ? ഇയാൾ എവിടുത്തെ ഡയറക്ടറാണ് പറയുന്നത്? ആകെ ഒരു സിനിമയുടെ ഡയറക്ടർ ചെയ്തിട്ടുണ്ടോ? അതിന്റെ ഫോം ചോദിച്ചപ്പോൾ അയാൾ തെളിവ് വിളിക്കുന്നു. വൃത്തിയായിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കണം. സംസ്കാരവും ഇല്ല. സംസ്കാരമുള്ളവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ല ഇതിൽ ഉപയോഗിക്കണം. മൈലെന്നാണ് വിളിച്ചു എന്നെ എറണാകുളത്ത് വെച്ച് കണ്ടിന്യൂ ഇടിക്കുമെന്ന് പറയും. അയാളത് ഗുണ്ടയാണോ? ഞാൻ ചോദിക്കണ്ട, ആ വീഡിയോയിൽ ചോദിക്കണ്ടേ, ആ ഓഡിയോയിലും ചോദിക്കണ്ടേ, ഗുണ്ടയാണോ? ഇതെല്ലാം ശുദ്ധ ഗുണ്ടാഴ്ച കാണിക്കുന്ന പൊട്ടൻ ചെറുക്കൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന. ഞാൻ ചെറുക്കണമെന്നല്ല, എനിക്ക് 30 വയസ്സുണ്ട്. ഞാൻ ചെറുക്കനാവുന്നു. ഞാൻ പണ്ട് വാബിളിത്താൻ പറഞ്ഞ എന്നെ കളിയാക്കിയതാണ്. ഒന്നാണ് ഇവനൊന്നും വിദ്യാഭ്യാസവും ഇല്ല, സംസ്കാരവും ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ വേർഷൻ ഉപയോഗിക്കില്ലല്ലോ. എന്തിനാ സിനിമാക്കാർ റിവ്യൂസ് വെച്ചിട്ട് മേടിക്കുന്നത് മനസ്സിലാവണില്ല. ഇവിടെ അവരെന്നെ പറയുന്നുണ്ട് കോക്ക് പടത്തിന് നെറ്റ് കൊടുത്തിട്ട് ആ പടം ഓടിയുണ്ട്. കോക്ക് പോയി എന്നെ കണ്ടില്ല. പിന്നെ ഇയാൾ പറഞ്ഞു ഞാൻ റിവ്യൂ തുടങ്ങിയാൽ. ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല, തിയേറ്റർ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. തിയേറ്റർ റിവ്യൂയുടെ സ്റ്റാർട്ടിങ് ഞാനാണ്, അതായത് ശരിക്കുള്ള റിവ്യൂ അല്ല. തിയേറ്റർ റിവ്യൂയുടെ സ്റ്റാർട്ടിംഗ് ആണ് ഞാനെന്ന് പറഞ്ഞു. അതായത് പറയും ഞാൻ റിവ്യൂ തുടങ്ങി അയാൾ പല കാര്യം മനസ്സിലാക്കുന്നില്ല. റിവ്യൂ തുടങ്ങിയൊന്നും ഞാൻ പറഞ്ഞില്ല. തിയേറ്റർ റിവ്യൂ സ്റ്റാർട്ട് ചെയ്ത് എന്താണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്നെ ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് അയാൾ പുച്ഛിക്കുകയാണ്. പൊട്ടൻ ചെറുക്കനൊക്കെ വിളിക്കുന്ന ഇയാളെ വീഡിയോസ് ഞാൻ മറ്റു കാണുകയാണ്. ഇയാളെ പലപ്പോഴും വിളിച്ചിട്ടുള്ളുണ്ട്. ഇയാൾ വലിയ മാന്യമായിട്ട് പറഞ്ഞു, വളരെ ശ്രീ വിഷയത്തിൽ മറ്റേ എല്ലാ വെർജിനാണെന്നൊക്കെയാണ് പറയുന്നത്. ഇയാൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വളരെ മോശമാണെന്നാണ്. വൃത്തികെട്ട ലാംഗ്വേജ് അയാൾ ഉപയോഗിക്കുന്ന. ഇയാൾക്കത് ഒരുപാട് കേസുണ്ട്. മാരുവൽ ഗോവിൻ സിനിമ ഞാൻ റിവ്യൂ കൊടുത്തിട്ടില്ല. പക്ഷെ ആ പടം ഒരുപാട് മോശമാണ് പറയുന്നത്. എല്ലാ പടവും നല്ലതാണ്. ഇവർ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എത്രയോ ഇയാളെന്ന് പറഞ്ഞിട്ട് വളരെ ചവറ് പടം പിടിക്കേണ്ടതെന്ന്. ഈ ചവറ് പടം ബ്ലാക്ക് മണി വെയിറ്റ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് മുഴുവൻ റിവ്യൂ കൊടുത്തില്ല. കണ്ടല്ലോ വെച്ചാൽ അത്ര നന്നായിട്ട് തോന്നിയില്ല. പക്ഷെ CR കോക്കൽ പറയുന്നത് അപ്പൊ കോക്കിനെ ശരിയാക്കുന്നൊക്കെ പറയണം. ഞാൻ റിവ്യൂ കൊടുത്തിട്ടില്ല. ഫുൾ കാണാതെ റിവ്യൂ കൊടുക്കുന്ന വിഷയമായിരിക്കും. ആ റിവ്യൂ ബോംബിങ് വീണ്ടും വന്നിരിക്കില്ല. ഇയാൾ പറയുന്നത് വിത്തിൻ സെക്കൻഡ്സ് ആണ്. ഒരു വർഷം മുമ്പേ നടന്ന സംഭവം ഇയാൾ പറയുന്ന. അത് സിനിമയുടെ പ്രൊമോഷൻ അവർ ചെയ്താണെന്ന് അന്ന് കാണിച്ചു വരുന്ന എടുത്തറാണ്. ഞാനാ കാണിച്ചത് എടുത്തരം. എന്ത് പോക്കത്തെ ഞാൻ കാണിച്ചെന്ന് പറയുന്ന. അവര് പ്രൊമോഷന് വേണ്ടി ഒരു വൃത്തിയുടെ പടം ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ കുറ്റം പറയണം. ഞാൻ ഒരു പടം ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. അന്ന് മീഡിയക്കാരുണ്ടാക്കിയ പ്രശ്നമാണ്. പിന്നെ എന്നെ കുറ്റം പറയേണ്ട ആവശ്യം എന്താണ്? ഒരു ബന്ധമില്ല. ഗോക്ക നൈറ്റ് വ്യൂ കൊടുത്തിരിക്കുന്ന
ഇയാൾ പറയുന്ന ഒരു വർഷം മുമ്പ് പറഞ്ഞ സംഭവം പറയുന്ന വിത്തിൻ സെക്കൻഡ്സിലെ കാര്യം. അയാൾ അവരെയാണ് സപ്പോർട്ട് ചെയ്തത് വിത്തിൻ സെക്കൻഡ്സ് കാര്യം. ഒരു കച്ചറ പടം ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കച്ചറ ഉണ്ടാക്കിയാലും അത് വെച്ച് പോസിറ്റീവ് പറയണം. അല്ല ഇപ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് മാത്രം പറയുന്നതാണ് റിവ്യൂ. ഇപ്പോൾ അലൻ ജോസ് പെരേര പോസിറ്റീവ് കൊടുക്കുന്നുണ്ട്. പോസിറ്റീവ് മാത്രം പറയും സിനിമാക്കാർ ചോദിപ്പിക്കാൻ വേണ്ടി. സിനിമാക്കാർ മാത്രമാണ് കഷ്ടപ്പെടുന്നത്. നമ്മളും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശുകൊണ്ടല്ലേ പോയി തിയേറ്ററിൽ പടം കാണണം. സിനിമാക്കാർ മാത്രമേ ലോകത്ത് കഷ്ടപ്പെടുന്നുള്ളൂ. സിനിമാ ഫീൽഡിൽ വേറെ എന്തൊക്കെയാണ് അതൊന്നും പറയുന്നില്ല. കാസ്റ്റിംഗ് കൗച്ച ഇപ്പൊ നടി അക്രമ കേസിൽ എല്ലാവരും ദിലീപിനെ സപ്പോർട്ട് ചെയ്യണം. എന്തൊക്കെ സംഭവം നടക്കുന്നുണ്ട്. എത്ര കഥകൾ മോഷ്ടിക്കുന്നു. ഈ പറഞ്ഞ ശ്രീനിവാസൻ പോലും പല കഥ മോഷ്ടിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ആരോടും പറയുന്നില്ലല്ലോ. മെയിൽ ഡോമിനേറ്റർ അല്ലേ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഡ്രഗ്സ് ഇല്ലേ. ഇവർ ആ പുതിയ ജനറേഷൻ ഒതുക്കാട്ടി മാത്രം ഡ്രഗ്സിന്റെ കാര്യം പറയും. പണ്ട് എത്രയോ പെൺകുട്ടി എത്രയോ നടിമാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും അവർ പറയുന്നില്ലല്ലോ. ശോഭാന ആക്ട്രസ് ആത്മഹത്യ ചെയ്തപ്പോൾ കേക്ക് ജോർജ് സിനിമ തന്നെ എടുത്തു ജസ്റ്റിഫൈ ചെയ്യാൻ. ഇതിനെക്കുറിച്ചൊന്നും ഇവർ സംസാരിക്കുന്നില്ലല്ലോ. ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നു, കഥ മോഷ്ടിക്കുന്നു, പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നു, എത്ര പേര് പെണ്ണുങ്ങൾ പഠിക്കാൻ വേണ്ടി പഠനം ചെയ്യുന്നു. ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ഇവരെ എഫക്റ്റീവ് മാത്രമാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പറയുന്ന ആള് അതിൻ്റെ ക്രിസ്റ്റഫർ ഇറങ്ങുന്ന തലേദിവസം അയാൾ പറഞ്ഞു റിവ്യൂ നിർത്തണോ. പിന്നെ അയാൾ പറഞ്ഞു റിവ്യൂ കുഴപ്പമില്ല. ഇതേപോലെയാണ് ജയശ്വരിയും വിജയ് ബാബുയുടെ പടം സുഫിയുടെ പറഞ്ഞ പടം തിയേറ്ററിൽ ഇറക്കാം OTT ഇറക്കാൻ പോയപ്പോൾ ആന്റി പെരുമ്പാവൂർ പറഞ്ഞു ബഹിഷ്കരിക്കുമോ. ഇതേ ആന്റി പെരുമ്പാവൂർ ദൃശ്യം 2 OTT വിട്ടു. ഇതല്ല ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്. ഈവൻ പൃഥ്വിരാജ് എടുത്തു. പൃഥ്വിരാജ് വളരെ സത്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം എന്ത് സത്യം പറയുന്ന ഒരു സത്യം പറയുന്നില്ലല്ലോ. ഇവരെല്ലാം സ്വാർത്ഥരാണ്. ഇവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഇവരെ ബാധിക്കുമോ. ഇപ്പം ഈ സിയാസ് കോക്കർ പറഞ്ഞാൽ ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ല. മാരുവൻ ഗോപിനെ കുറിച്ച് വന്നപ്പോൾ പറയുന്ന ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ലല്ലോ. ഇവരെ ബാധിക്കുമോ. അയാൾ ഗുണ്ടകളെ വെച്ച് നേരിട്ടെന്നൊക്കെ പറയണ കോക്കിനെ. ഇത് ഇന്ത്യ രാജ്യത്ത് അല്ലെ പോസിറ്റീവ് റിവ്യൂ പറയുന്നത് മാത്രമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും. ഗുണ്ടായിസാണ് അതിലെ കോക്കിനെ ട്രേസ് ചെയ്തെന്നൊക്കെയാ പറയണ. ശുദ്ധ തോന്നുവാസല്ല പറയുന്ന. ഇവർക്ക് പൈസയും ഇതുണ്ടെന്ന് എന്തും കാണിക്കാൻ പറ്റുമോ. നല്ല ഒരു സിനിമ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. ഇത് വെറും ഗുണ്ടായിസാണ്. എന്ത് തോന്നുവാസം കാണിക്കാൻ പണമുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. ഗോക്കിന് എന്താ സംഭവിക്കാൻ പോകുന്നത്. ഗോക്കിന് കുറേ യാത്ര ചെയ്യേണ്ടി വരും. പല കോർട്ടിൽ പോകേണ്ടി വരും. അല്ലാതെ എന്താ സംഭവിക്കുന്നത്. ഇതൊന്നും കോടതി നിൽക്കാൻ പോകുന്നില്ല. ഇതിന്റെ പോസിറ്റീവ് റിവ്യൂ മാത്രം പറയണം. എത്ര കച്ചറപ്പാടാണെങ്കിൽ പോസിറ്റീവ് പറയണം. എവിടെ ഞാൻ കാശ് വാങ്ങിച്ചത്. ഒരു തെളിവ് കാണിക്കാൻ പറയാം. ഞാൻ എവിടെ പൈസ വാങ്ങിച്ചതാ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് കൂടാതെ താൻ മേടിച്ചു എന്ന് തുടക്കത്തിലും പറയുന്നുണ്ട് ആള്. മേടിക്കുന്നവരുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ എനിക്കല്ല ഓഫർ ഉണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടില്ല. അലൻ ജോസ് പെരേര വാങ്ങിച്ചിട്ടുണ്ടോ. ശരിയായിട്ട് നമ്മുടെ പടത്തിന് വാങ്ങിച്ചാണ്. ഞാൻ വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള വലിയ ആൾക്കാർ വാങ്ങിക്കണോ അറിയില്ല. കോക്കിന് വാങ്ങിക്കില്ലെന്നാണ് ഞാൻ അറിയണം. കോക്ക് വാങ്ങിക്കുന്ന ആളെന്നാണ് കേട്ടിരിക്കണം. ഇങ്ങനെ വേറെ ആരും വാങ്ങിക്കണ്ടോ അറിയില്ല. നമ്മളൊന്നും ആരും നമ്മളെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഇയാൾ ഉപയോഗിക്കുന്ന വേർഡുകൾ എന്തൊക്കെയാണ്. പൊട്ടൻ, മന്ദബുദ്ധി ഇങ്ങനെല്ലാം ഉപയോഗിക്കുന്ന ഇയാൾ ആരാണ്. ഇയാൾ ഒരു ലോജിക് ഇല്ലാതെ സംസാരിക്കണം. കോൺട്രഡിക്ടറി ആയിട്ട് സംസാരിക്കണം. ആദ്യം പറയുന്ന നേരെ ഓപ്പോസിറ്റ് പിന്നെ പറയണം. ഒരു ബോധമില്ലാതെ സംസാരിക്കുന്ന. എന്ത് ബോധം. ഞാൻ ഒരു സിനിമയെ കുറിച്ച് കണ്ടിട്ട് ആ സിനിമ വിശകലനം ചെയ്തിട്ടല്ലോ പറയണം. ഞാൻ പറഞ്ഞ ചാനൽ തിയേറ്റർ റിവ്യൂ തുടങ്ങിയ ആൾ ഞാനാ പറഞ്ഞത്. അല്ലാതെ ഹോൾ റിവ്യൂ ഒന്നല്ല. ഇയാൾ പല കാര്യം കേൾക്കുന്നില്ല. പണ്ട് കുറെ വിട്ടിത്തൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തിയേറ്റർ റിവ്യൂ സ്റ്റാർട്ട് ചെയ്ത ആളെ ഞാൻ പറഞ്ഞ. എവിടുത്തെ ഡയറക്ടർ പറയണ. ആ ഒരു പടം പിടിച്ചാണ് ഡയറക്ടറിന് പറയണ. 40-40 വർഷം അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. അയാൾ വിളിച്ചു പോയി നിങ്ങൾക്ക് പണി നല്ല തണ്ടിക്ക് ഇരിക്കുക. ആൾ പറയുന്നത് ഇയാൾ ആരാണ്. പിന്നെന്തായാലും പറയണ. പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ. എന്താണ് കുറേ കാര്യം പറയാനുണ്ട്. അല്ല ആ കേരള സ്റ്റോറി ലൈവ് അല്ലേ. അയാൾ എൻ്റെ അടുത്ത് വന്ന് ഇന്റർവ്യൂ എടുത്ത ആളാണ്. ഇയാളെ സപ്പോർട്ട് ചെയ്ത് വർത്താൻ പറയുകയാണ്. പൊട്ടന്മാരെ കുറേ പേരുണ്ടെന്ന്. അത് പെരേര പൊട്ടനായി. ഞാൻ പൊട്ടനല്ല. പെരേര 10ാം ക്ലാസ് ഗുസ്തിയാണ്. ഞാൻ പൊട്ടനാണെന്ന് പറഞ്ഞാൽ യാതൊരു ഇതുമില്ല. പിന്നെ സിനിമാക്കാരൻ അങ്ങോട്ട് പുറകെ നടക്കുന്നത്. ഈ സിനിമാക്കാരൻ നടക്കുന്നത്. ഞാൻ എഡിറ്റിങ്ങിനെ കുറിച്ചോ ക്യാമറയെ കുറിച്ചോ ഒന്നും മിണ്ടിയിട്ടില്ല. ടെക്നിക്കൽ സ്റ്റേഡിയം മിണ്ടിയിട്ടേ ഇല്ല. കോക്ക് പോലും മിണ്ടുന്നില്ല. ആകെ ഒണ്ടി ബ്ലോഗ് പറയും. ഞാൻ എഡിറ്റിങ്ങോ ടെക്നിക് ക്യാമറ ഒന്നും പറയാറില്ല. പിന്നെ ഞാൻ ആകെ പറയുന്നത് പടം എൻഗേജിങ് ആണോ, ലാഗ് ഉണ്ടോ, എന്റർടൈനിങ് ആണോ, അഭിനയം എങ്ങനെ, ഇങ്ങനത്തെ അതിൽ ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. എത്രയോ പടത്തിന് പോസിറ്റീവ് കൊടുത്തിരിക്കുന്നു.
ഞാൻ ഇപ്പോൾ നേറ്റീവ് ആർട്സ് കൊടുത്തിട്ട് ആകെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയാം, ആ പടം 250 കോടി കളക്ടും ചെയ്തു. ഇവരെന്ത് ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി. വെറുതെ സിനിമ ഉണ്ടാക്കി വെറുതെ കഷ്ടപ്പെട്ട് പറഞ്ഞ കാര്യമില്ല. എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കണം, സിനിമാക്കാർ മാത്രമൊന്നല്ല. ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെന്ന് എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പ്രോഡക്റ്റ് നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. നന്ദി സന്തോഷം.